ആവസിക്കണമേ. ഈ സഭയുണർന്നാരാധിപ്പാൻ ആത്മാവേ ജ്വലിച്ചിടണമേ. നിൻ ജനം നിൻ സേവകരാവാൻ ആത്മാവേ ആവസിക്കണമേ. ഈ സഭയുണർന്നാരാധിപ്പാൻ ആത്മാവേ ജ്വലിച്ചിടണമേ. നിൻ ജനം നിൻ സേവകരാവാൻ ഉടച്ചുവാർക്കുക ജീവിതശൈലി. ഉണർവിനായൊരു വാഞ്ചയും നൽകൂ. ഉടച്ചുവാർക്കുക ജീവിതശൈലി. ഉണർവിനായൊരു വാഞ്ചയും നൽകൂ. ഉരുക്കുക ഹൃദയങ്ങളിന്ന് ഉറവ പോലൊഴുകാൻ കണ്ണുനീർ. ഉരുക്കുക ഹൃദയങ്ങളിന്ന് ഉറവ പോലൊഴുകാൻ കണ്ണുനീർ. ആത്മാവേ ആവസിക്കണമേ. ഈ സഭയുണർന്നാരാധിപ്പാൻ ആത്മാവേ ജ്വലിച്ചിടണമേ. നിൻ ജനം നിൻ സേവകരാവാൻ പകരുകങ്ങളിൽ ആത്മവരങ്ങൾ പിളർന്ന നാവാഗ്നിയെന്നതുപോൽ. പകരുകങ്ങളിൽ ആത്മവരങ്ങൾ പിളർന്ന നാവാഗ്നിയെന്നതുപോൽ. പരിശുദ്ധാത്മാ നിറവിലായിന്ന് പാടി സ്തുതിച്ചിടാൻ പുതിയ ഭാഷകളിൽ. പരിശുദ്ധാത്മാ നിറവിലായിന്ന് പാടി സ്തുതിച്ചിടാൻ പുതിയ ഭാഷകളിൽ. ആത്മാവേ ആവസിക്കണമേ. ഈ സഭയുണർന്നാരാധിപ്പാൻ ആത്മാവേ ജ്വലിച്ചിടണമേ. നിൻ ജനം നിൻ സേവകരാവാൻ
അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ടീം സോങ് പഠിക്കാം. ഇപ്രാവശ്യത്തെ നമ്മുടെ MPOC ക്യാമ്പിന്റെ നാം ദൈവമക്കൾ അബ്ബ എന്നാണ് വിഷയം. അബ്ബ എന്ന വാക്കിന്റെ അർത്ഥം പിതാവാണ്. അപ്പൊ നമുക്ക് ഇപ്രാവശ്യത്തെ MPOC ക്യാമ്പിന് നല്ലൊരു ടീം സോങ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ടീം സോങ് ആദ്യം കേട്ടു നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, റെഡിയല്ലേ മക്കളെ? നിങ്ങളുടെ പുസ്തകം തുറന്നേ. അപ്പൊ തീം സോങ് ഹെഡിങ് ആണ് കേട്ടോ. നിങ്ങൾ ഇത് കേട്ടോണ്ടിരുന്നില്ല, നിങ്ങൾ കേൾക്കുമ്പോ വായിക്കുന്നത് കേട്ടോ. തീം സോങ് കണ്ടില്ലേ? മിടുക്കൻ. അപ്പോൾ എനിക്ക് തോന്നി കണ്ടതിന് സ്പെഷ്യൽ കോമേഴ്സ് ഉണ്ട്. ആ തീം സോങ് ഒക്കെ ആരും കണ്ടുപിടിക്കും. അപ്പൊ ഇതുപോലെ എല്ലാവരും നല്ല ചെയ്യണം. അപ്പൊ എല്ലാവരും ആ തീം സോങ് എഴുതിയ സാധനം പ്രത്യേകമായിട്ട് കണ്ടോ. ആ പാട്ട് കണ്ടോ? സൂപ്പർ പാട്ടാണ്. ആരാണ് പിതാവെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്ന പാട്ടാണത്. അപ്പൊ അതിന്റെ ട്യൂണും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം ഒരു വട്ടം കേട്ടതിന് ശേഷം ബ്രദർ ഒന്ന് പാടി തരും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാവൂലേ? എളുപ്പമാവും മക്കളെ. മക്കളെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്തോ വിളിക്കണം? എന്തോ കേട്ടോ മക്കളെ. ഈ ലോകം ഈ മഹാപ്രപഞ്ചം ഈ ലോകം ഈ മഹാപ്രപഞ്ചം ഈശൻ മെനഞ്ഞു തന്ന വിശ്വശില്പം ഈശൻ മെനഞ്ഞു തന്ന വിശ്വശില്പം സർഗസൗന്ദര്യങ്ങളൊന്നു ചേരും സർഗസൗന്ദര്യങ്ങളൊന്നു ചേരും അത്ഭുതങ്ങൾ തൻ മഹാവിസ്മയം അത്ഭുതങ്ങൾ തൻ മഹാവിസ്മയം. അപ്പൊ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടോ? എളുപ്പമല്ല പഠിക്കാൻ. അപ്പൊ നമുക്ക് ഈ സ്റ്റാൻസ് ഒന്ന് പാടി ഒരുമിച്ച് പാടാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഈ ലോകം ഈ മഹാപ്രപഞ്ചം ഈ ലോകം ഈ മഹാപ്രപഞ്ചം ഈശൻ മെനഞ്ഞു തന്ന വിശ്വശില്പം സ്വർഗസൗന്ദര്യങ്ങളൊന്നു ചേരും അത്ഭുതങ്ങൾ തൻ മഹാവിസ്മയം സ്വർഗസൗന്ദര്യങ്ങളൊന്നു ചേരും അത്ഭുതങ്ങൾ തൻ മഹാവിസ്മയം. കിട്ടിയില്ലേ? എല്ലാവർക്കും കിട്ടിയോ? കിട്ടാത്തവരൊക്കെ പാടിക്കും. ആ സമയത്ത് പാടണം കേട്ടോ. കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ പറയണം. എല്ലാവർക്കും കിട്ടിയില്ലേ? ഒന്നും കൂടെ പാടിയോ? റെഡി, 1 2 3 സ്റ്റാർട്ട്. ഈ ലോകം ഈ മഹാപ്രപഞ്ചം ഈ ലോകം ഈ മഹാപ്രപഞ്ചം ഈശൻ മെനഞ്ഞു തന്ന വിശ്വശില്പം സ്വർഗസൗന്ദര്യങ്ങളൊന്നു ചേരും അത്ഭുതങ്ങൾ തൻ മഹാവിസ്മയം സ്വർഗസൗന്ദര്യങ്ങളൊന്നു ചേരും അത്ഭുതങ്ങൾ തൻ മഹാവിസ്മയം. അടുത്ത സ്റ്റാൻസ് അനന്ത സ്നേഹമാം ജീവദായകൻ. പഠിക്കേ. അനാദിതനാണ് ദൈവദാതൻ അനന്ത സ്നേഹമാം ജീവദായകൻ. നമ്മുടെ ബഹുമാനായ നമ്മുടെ ജോണച്ചൻ ഇപ്പോൾ ഈ കൊടി ഉയർത്തും. കൊടി ഉയർത്തിയ ശേഷം ബ്രദർ ഒരു പ്രതിജ്ഞ ചൊല്ലിത്തരും. ആ പ്രതിജ്ഞ നിങ്ങൾ എല്ലാവരും ഏറ്റുചൊല്ലണം. ഈ പതാക ഉയർത്തി നമുക്കിത് ആരംഭിക്കുവാനായിട്ട് ഏറ്റവും ബഹുമാനായ ജോണച്ചനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. മറ്റു വൈദികരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു.
ചെല്ലി തരുന്ന പ്രതിജ്ഞ ഏറ്റുമല്ലോ കേട്ടോ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കുട്ടികൾ സഭയുടെ ഭാവി വാഗ്ദാനങ്ങളാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസ പരിശീലനത്തിലും ക്രിസ്തീയ മൂല്യങ്ങളിലും വളർന്നു വരുവാൻ ഞങ്ങൾക്കായി ഒരുക്കുന്ന മലങ്കര ബൈബിൾ ഓറിയന്റേഷൻ ക്യാമ്പിലേക്ക് ഞങ്ങൾ വിളിച്ചേരുന്നു. നാം ദൈവമക്കൾ ആണ് എന്ന തിരിച്ചറിവിലും സ്വർഗസ്ഥനായ പിതാവിനോട് ചേർന്ന് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും രീതിയിലും വളർന്നു വരുവാൻ ഈ ദിനങ്ങളിൽ ഞങ്ങളെ പ്രാപ്തരാക്കണം. സൃഷ്ടാവായ ദൈവത്തോട് ചേർന്ന് അവിടുത്തെ പുത്രൻ യേശു മിശിഹ കാണിച്ചു തന്ന മാർഗത്തിലൂടെ അനുദിനം ചരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണം. ഈ ക്യാമ്പിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാനും അതുവഴിയായി വിശ്വാസത്തിൽ സ്ഥിരപ്പെടുവാനും ഞാൻ സർവാത്മന എന്റെ ഈ പ്രതിജ്ഞ പൂർത്തിയാക്കും. ദൈവം എന്നെ വചനം നമ്മിൽ കൃപയേകിടും. പെണ്ണൽ പോൽ തഴുകി ഉള്ളിൽ കറ കഴുകി രൂപാന്തരം നൽകും അനുജനു പൊതുജനനം രക്ഷയേകും വചനം. സുശേഷം 18-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ശിശുക്കളെ ആശീർവദിക്കുന്നു. അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കുന്നത് ശിശുക്കളെ അവന്റെ അടുത്ത് അവർ കൊണ്ടുവന്നു. അവന്റെ ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ അവരെ ശകാരിച്ചു. എന്നാൽ യേശു അവരെ തന്റെ അടുക്കിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ശിശുക്കളെ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്നാൽ ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ സ്വർഗരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. പ്രിയ ബഹുമാനപ്പെട്ട സൺഡേ സ്കൂളിന്റെ രൂപത ഡയറക്ടർ ബഹുമാനപ്പെട്ട കൃഷ്ണനിരത്തിലച്ച, ബഹുമാനപ്പെട്ട ജോണച്ച, ചുണ്ടേക്കാട്ടിലച്ച, മാത്യച്ച, മറ്റ് ബ്രദേഴ്സ്, സൺഡേ സ്കൂൾ മേഖലാ പ്രൊമോട്ടർ, വിവിധ ഇടങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന സൺഡേ സ്കൂൾ പ്രധാന അധ്യാപകര്, സൺഡേ സ്കൂൾ അധ്യാപകര്, പ്രിയ കുഞ്ഞുങ്ങളെ, അബ്ബ 2024 ഈ ക്യാമ്പിലേക്ക് നമ്മൾ വളരെ ഉത്സാഹപൂർവ്വം 4 പടികളിൽ നിന്നായി കടന്നു വന്നിരിക്കുകയാണ്. ദൈവത്തെ അറിയുക, ക്രിസ്തുവിന്റെ പാതയിൽ ജീവിക്കുക, ക്രിസ്തുവിൽ ആനന്ദം കണ്ടെത്തുക മുതലായ മൂല്യങ്ങളാണ് നമുക്ക് ഇതുപോലെയുള്ള ക്യാമ്പുകളിലൂടെ ലഭ്യമാകുന്നത്. ക്രിസ്തുവിൽ വളരുവാൻ ഏറ്റവും പ്രചോദനം നൽകുന്ന ഒന്നാണ് MBOC ക്യാമ്പുകൾ. നമ്മുടെ ഗ്രൂപ്പുകളിൽ വന്ന പല മേഖലകളിൽ, പല ഇടവുകളിൽ നടന്ന ക്യാമ്പുകളുടെ വീഡിയോകളൊക്കെ കണ്ടു. വളരെ മനോഹരമായിട്ട് തന്നെ ഈ ക്യാമ്പുകൾ ക്രമീകരിച്ചിരിക്കുകയാണ് ഈ വർഷം. ബന്ധപ്പെട്ട എല്ലാവരെയും ഈ ഒരു ക്രമീകരണം നടത്തിയതിന് പ്രത്യേകം പുത്തൂർവരുടെ നാമത്തിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഞാനെന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി തന്നെ നമ്മുടെ സൺഡേ സ്കൂളിന്റെ രൂപത ഡയറക്ടർ ഇവിടെ സന്നിഹിതനാണ്.
അച്ഛൻ്റെ വളരെ തിരക്കേറിയ പ്രോഗ്രാമുകൾക്കിടയിലും നമ്മുടെ ഇടവക സന്ദർശിക്കുന്നതിനും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അച്ഛൻ സമയം കണ്ടെത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ കോറപ്പീസ്കോപ്പ ജേക്കബ് ചുണ്ടേക്കാട്ടിൽ അച്ഛൻ വളരെ നാളുകൾക്ക് മുമ്പേ തന്നെ, മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഈ ക്യാമ്പിനെ കുറിച്ച് ഞങ്ങളോട് സംസാരിക്കുകയും അത് വളരെ മനോഹരമായി ഇവിടെ ക്രമീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. വളരെ മനോഹരമായി നമ്മൾ അതിവിടെ ക്രമീകരിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണത്തോടെ ഇത് ഭംഗിയായി പൂർത്തിയാക്കുന്നതിന് ദൈവം സഹായിക്കട്ടെ. അച്ഛനെ സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ദേവർശാല ഇടവകയുടെ വികാരി അച്ഛൻ ബഹുമാനപ്പെട്ട ജോൺ അച്ഛൻ ഇവിടെ സന്നിഹിതനാണ്. അച്ഛൻ നമ്മുടെ ക്യാമ്പ് സന്ദർശിക്കുന്നതിനെ കാണിച്ച ഈ വലിയ മനസ്സ് വളരെ അഭിനന്ദനീയമാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ക്യാമ്പ് ഇവിടെ നടത്തുന്നതിനായി ഇവിടെ സന്നിഹിതനായിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മാത്യു അച്ഛന് വളരെ മനോഹരമായിട്ട് രാവിലെ വന്നപ്പോൾ മുതൽ തന്നെ ഞങ്ങൾ 7 മണി മുതൽ ഇവിടെ ഉണ്ട്. അച്ഛനും 7 മണി മുതൽ ഇവിടെ വളരെ ആക്റ്റീവാണ്. നേരത്തെ തന്നെ വന്ന് ഇവിടെ ക്യാമ്പിന്റെ ക്രമീകരണങ്ങളെല്ലാം നടത്തുകയും ഒക്കെ ചെയ്യുന്നു. വളരെ മനോഹരമായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ക്യാമ്പിലേക്ക് ഇനി 2 ബ്രദേഴ്സും ഒരു ചമ്മാച്ചനും കൂടി വരാനുണ്ട്. ബഹുമാനപ്പെട്ട ചാക്കോ ചമ്മാച്ചൻ, ബഹുമാനപ്പെട്ട ജോസഫ് ബ്രദർ, ബഹുമാനപ്പെട്ട വർഗീസ് ബ്രദർ, അവരെയും ഞാൻ ഈ അവസരത്തിൽ നമ്മുടെ ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ നമ്മുടെ മേഖലയിൽ നിന്നും ഇവിടെ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രൊമോട്ടർ സാബു സാറിനെ ഈ വേദിയിലേക്ക്, ഈ ക്യാമ്പിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കമ്മാത്തി, ചെളിവയൽ, ദേവർശാല ഇടവകളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന പ്രധാന അധ്യാപകരുണ്ട്. ഈ എല്ലാ പ്രധാന അധ്യാപകരെയും ഞാൻ ഒറ്റ വാക്കിൽ ഈ ക്യാമ്പിലേക്ക്, ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിവിധ ഇടവകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ അധ്യാപകരെയും പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുമക്കളെയും ദൈവനാമത്തിൽ സ്നേഹത്തോടുകൂടി ഈ ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കോറപ്പീസ്കോപ്പ, ഏറ്റവും ബഹുമാനീയനും ആദരണീയനുമായ ചുണ്ടക്കാരൻ്റെ അച്ഛൻ ഇപ്പോൾ ചെറിയൊരു സന്ദേശം നൽകുകയും ഈ തിരി തെളിച്ച് ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുവാൻ വേണ്ടി ഏറ്റവും സ്നേഹത്തോടുകൂടി തന്നെ അച്ഛനെ ക്ഷണിക്കുന്നു. ഇവിടെ ചെറുപേരില് പുത്തൂർമേല് മാസ്റ്റേഴ്സ് സ്കൂളിലെ ടീച്ചേഴ്സ് അച്ഛന്മാരെല്ലാം കൊണ്ട് ചേർത്ത് അച്ഛനെ ചേർത്തത് കുട്ടികൾ ബാക്കിയെല്ലാം കൊണ്ട് കുട്ടികൾ രണ്ടുപേരൊന്നും ഉണ്ട്. 2 പള്ളിയിലുണ്ട്. ഓരോ പള്ളിയിൽ നിന്ന് വന്നിരിക്കുന്ന കുട്ടികളുണ്ട്. അതിൽ ഓരോ കുട്ടികൾ വരാൻ 4 പള്ളിയിൽ നിന്നുണ്ട്. എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനം, സ്വാഗതം. കൂടുതൽ പ്രസംഗത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ 3 ദിവസം ഇവിടെ യേശുവിനെ ഉൾക്കൊള്ളാനും യേശുവിനെ പങ്കുവയ്ക്കുവാനും യേശുവിന്റെ സന്തോഷം പൂർണ്ണമാക്കുവാനും സന്തോഷിക്കാനും ഒക്കെ നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അത് സന്തോഷത്തോടെ ഉൾക്കൊള്ളുവാനും ഈ 3 ദിവസം കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസം വളർത്താനും കൂട്ടായ്മ വളർത്താനും ഒക്കെ നമുക്ക് സാധിക്കണം. നമ്മുടെ പള്ളികളിലൊക്കെ ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്. നമ്മുടെ പ്രോട്ടോവികാരി സ്ഥലത്തെത്തി. നേരത്തെ തന്നെ സെൻട്രൽ സ്കൂളിൻ്റെ രൂപത ഡയറക്ടർ നമുക്കറിയാം. ഇപ്പം ഇത് കഴിഞ്ഞപ്പോൾ ഡയറക്ടർക്ക് പോവുകയാണ്. പക്ഷെ നമുക്കുള്ള സ്നേഹം കൊണ്ട് ഇവിടെ
നിങ്ങളുടെ ഒരു ഫോട്ടോ പിടിച്ച് ഒന്ന് സന്തോഷത്തോടെ പോകാൻ വേണ്ടി നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ആ സന്തോഷവും കൂട്ടായ്മയും ഒക്കെ പൂർണ്ണമാക്കാൻ നമുക്ക് കഴിയണം, നല്ല രീതിയിൽ വളർത്തുവാൻ സാധിക്കണം. നമ്മുടെ വൈദികര്, നമ്മുടെ ചെറുപേരൊക്കെ മാറ്റി വികാരിയച്ഛൻ പുലിപ്രച്ചന്മാരുടെ പക്ഷെ പുലിപ്രച്ചൻ ക്യാമ്പ് നടത്തുകയാണ് ഇടക്കരെ. അതുകൊണ്ടാണ് എത്താത്ത കേട്ടോ. പക്ഷെ അച്ഛൻ ഇവിടെ ഉണ്ട്, ഇന്നലെ വന്ന എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. അപ്പം നമ്മുടെ എല്ലാ അച്ഛന്മാരും ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. സൺഡേ സ്കൂളിൻ്റെ ഹെഡ് ഇവിടെയുണ്ട്, മേഖല ഹെഡുണ്ട്, നമ്മുടെ ശമാശന്മാരെ 2 പേര് പോരും, 4 പേര് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ഇവിടുത്തെ ഹെഡ്മാസ്റ്റർ ടീച്ചേഴ്സ് എല്ലാവരും ഇന്നലത്തോടെ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കമ്മിറ്റിക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മ പൂർണ്ണമാണെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോടു കൂടിയായിരുന്ന് നമ്മൾ പൂർണ്ണത ഉൾക്കൊണ്ടിരിക്കുകയാണ് ഈ മേഖല. സന്തോഷമുണ്ട്. അതിന് വന്നിട്ടുള്ള അച്ഛന്മാർക്ക്, ശമാശന്മാർക്കും മറ്റു ടീച്ചേഴ്സ് എല്ലാം പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ നേരുകയാണ്. നമുക്ക് ഈ ദിവസങ്ങളിൽ യേശുവിനെ കൂടുതലായിട്ട് ഉൾക്കൊള്ളാനും യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാനും പങ്കുവയ്ക്കുവാനും അതിൽ വളരാനും മറ്റുള്ളവരെ വളർത്താനും ദിവസങ്ങൾ ഉപയോഗിക്കാം. എല്ലാവർക്കും മാതൃകയായി മറ്റുള്ള മേഖലയ്ക്കും നമ്മുടെ നീലഗിര മേഖലയായി മാതൃകയായി തീരാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. നമ്മൾ പ്രാർത്ഥിക്കാം. എല്ലാ പ്രാർത്ഥന ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എനിക്കിപ്പോഴും വേറെ പ്രോഗ്രാമിൽ പങ്കെടുക്കാനൊന്നും പോയിട്ടില്ല. ഓക്കെ. വെളിവു നിറഞ്ഞോരീശോനിൻ വെളിവാൽ കാണുന്നു വെളിവിയ. എല്ലാവരും പിടിച്ചോ. വെളിവും നീ നിങ്ങളെല്ലാവരും മാറി മതി. നമ്മുടെ ഈ ക്യാമ്പിനെ കുറിച്ചും ഔദ്യോഗികമായി സംസാരിക്കുമ്പോൾ അച്ഛൻ്റെ പേര് തോമസ് കുമാരനാണ്. അച്ഛനാണ് നമ്മുടെ മീഡിയയിൽ അതുപോലെ സൺഡേ സ്കൂളിലെ രൂപകൽപ്പനത്തിലുള്ള ഉത്തരവാദിത്വം വഹിക്കുന്ന അച്ഛനാണ്. അച്ഛൻ നിങ്ങൾക്ക് ഈ വർഷത്തെ ക്യാമ്പിനെ കുറിച്ചും ക്യാമ്പിനെ കുറിച്ചും എല്ലാം സംസാരിക്കുന്ന ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ എവിടെയുള്ളവരാണ്? തമിഴ്നാട്ടിൽ ജീവിക്കുന്ന മലയാളിത്തത്തിൻ്റെ അംശങ്ങളുള്ള മക്കളാണ് നിങ്ങൾ ഓരോരുത്തരും, അല്ലേ? ഇവിടുത്തെ പ്രത്യേകത എന്താ? നീലഗിരിയുടെ പ്രത്യേകത എന്താ പ്രത്യേകത? ഒരു പ്രത്യേകത ഇല്ലയോ? നല്ല തണുപ്പുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് ക്യാമ്പ് ഏറ്റവും സുഖമായി നടക്കാൻ പറ്റുന്ന ഒരിടമാണ് എവിടെ? ഈ നീലഗിരി എന്ന് പറയുന്നത്. കേരളത്തിലും അവിടെ മറ്റ് ജില്ലകളിലെല്ലാം കനത്ത ചൂടാണ്, താങ്ങാൻ പറ്റത്തില്ല. ഇവിടെ ഫാൻ ഇല്ലെങ്കിലും നല്ല ഇളം തെന്നൽ, അല്ലേ? തണുത്ത കാറ്റുണ്ട്. ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു ഭൂപ്രദേശമാണ്. വന്യമൃഗ ശല്യങ്ങളുണ്ടെന്നുള്ള വസ്തുതയാണ്, പക്ഷേ ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു ഭൂപ്രദേശമാണ്. ഊട്ടിയൊക്കെ നമ്മൾ ഈ ജില്ലയിലാണ് വരുന്നത്, അല്ലേ? നീലഗിരി ജില്ലയിൽ പെടുന്നതാണ് ഊട്ടിയൊക്കെ. അപ്പോൾ അങ്ങനെ പ്രസിദ്ധമായ ഒരു സ്ഥലം. നമ്മൾ ഒത്തിരി മനുഷ്യർ കേരളത്തിൽ നിന്ന് കുടിയേറി ഇവിടെ മൃഗങ്ങളോടും പ്രകൃതിയോടൊക്കെ മല്ലിട്ട് അധ്വാനിച്ച് കുറച്ചൊക്കെ പച്ച പിടിപ്പിച്ച ഒരിടമാണ്. വീണ്ടും നമ്മൾ ഇവിടെ ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ പൂർവികർ ഇവിടെ കയറി വന്നപ്പോൾ അവർക്ക് ആകെ കൈമുതലായിട്ടുണ്ടായിരുന്നത് ഒരു കുരിശും ഒരു ബൈബിളും ജപമാലയും വിശ്വാസവും ഒക്കെയാണ് അവർക്ക് കൈമുതലായിട്ടുണ്ടായിരുന്നത്. ആകെ സമ്പത്തെന്ന് പറയുന്നത് ദൈവത്തെ സമ്പത്തായി കണ്ട്, ദൈവത്തെ പിതാവായി കണ്ട് സ്നേഹിച്ച് അനുഗമിച്ചതിൻ്റെ അനുഗ്രഹങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും. ഈ വർഷത്തെ നമ്മുടെ അവധിക്കാല ക്യാമ്പ് MBOC അബ്ബ എന്നാണ്. അബ്ബ എന്ന പേരാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നാം ദൈവമക്കൾ എന്നുള്ളതാണ് ഒരു ചിന്ത, നമ്മുടെ പഠന വിഷയം. നാം ദൈവമക്കൾ. എങ്ങനെയാണ് നമ്മൾ ദൈവമക്കളാകുന്നതെന്നും ദൈവം എങ്ങനെയാണ് നമ്മുടെ പിതാവാകുന്നതെന്നും ഒക്കെ നമ്മൾ ആഴത്തിൽ പഠിക്കുന്ന അവസരമാണ് ഈ ദിവസം. അപ്പോൾ നമ്മുടെ രൂപതയിൽ
പ്രത്യേകിച്ച് ഈ നീലഗിരി വൈദിക ജില്ലയിൽ ഇവിടെ വരാനായിട്ടും നമ്മുടെ വന്യ പ്രോട്ടോവികാരിയച്ഛൻ ബഹുമാനപ്പെട്ട ജോണസ് നെടുവിള അച്ഛൻ തീഷ്ണമതിയായ കർമ്മനിരതനായ ചുറൂറുക്കുള്ള ഒരു വൈദിക ജില്ലാ വികാരി. നമ്മുടെ ഇടവയുടെ വികാരി അച്ഛൻ ഇതുപോലെ തന്നെയാണ്. വളരെ തീഷ്ണതയുള്ള ഒരപ്പൻ്റെ സ്നേഹത്തോടുകൂടി കാർക്കശീയ നിലപാടുകളും അതുപോലെ തന്നെ ചിട്ടയാർന്ന പ്രവർത്തനങ്ങളും ഒക്കെ കാഴ്ചവയ്ക്കുന്ന നമ്മുടെ ജേക്കബ് ചുണ്ടക്കാട്ടിൽ കോർപ്പിസ്കോപ്പ് അച്ഛൻ, അതുപോലെ നമ്മുടെ പ്രൊമോട്ടർ നമ്മുടെ സാബ് സാർ, നമ്മുടെ മേഖലയുടെ ഡയറക്ടർ അച്ഛൻ നമ്മുടെ കുര്യമ്പുൽപ്പുറ അച്ഛൻ, പുതിയ അച്ഛന് ഇവിടെ വന്നിട്ടുണ്ട്. ചെറൂർക്കുള്ള അച്ഛൻ ക്യാമ്പ് നേതൃത്വം നൽകുന്നതുകൊണ്ടാണ് അച്ഛൻ വരാത്തത്. അച്ഛന് ഉണ്ട്. അതുപോലെ തന്നെ കോർഡിനേറ്റർ ആയിട്ടൊരു സിസ്റ്ററുണ്ട്, സിസ്റ്റർ ഷേബ. നല്ല മികച്ച അധ്യാപകർ, പ്രധാന അധ്യാപകർ നമുക്കുണ്ട്. അധ്യാപകരുണ്ട്, നമ്മുടെ മാതാപിതാക്കളുണ്ട്. നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഈ അവധിക്കാലം ആഘോഷിക്കുകയാണ്. ഇത് കേവലം നിങ്ങളുടെ ഒരു ആഘോഷം മാത്രമല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും ആഘോഷമാണ്. കാരണം നമ്മളെന്താണ്, നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളാണ്. നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളാകുമ്പോൾ നമുക്ക് ആ സന്തോഷം ഇരട്ടിക്കും എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളാണ്. പല പള്ളിയിൽ നിന്ന് വന്നവരാണ്, പല ഇടവുകളിൽ നിന്ന് വന്നവരാണെങ്കിലും നമ്മൾ പൊതുവായിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ ഒരു കുടുംബത്തിലെ അംഗം പോലെയാണ് നമ്മൾ. ഓക്കെ. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞത് ആര് വഴിയാണ്? യേശു വഴിയാണ്. ദൈവ സ്നേഹമാണെന്നും ക്ഷമിക്കുന്നവനാണെന്നും കരുതുന്നവനാണെന്നും നമ്മുടെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്നവനാണെന്നും എന്നും നമ്മുടെ കൂടെയുണ്ടെന്നും ഒക്കെ പഠിപ്പിച്ചത് ആരാ? യേശുവാണ്. അപ്പോൾ യേശുവാണ് നമ്മളെ ദൈവത്തെ അബ്ബ എന്ന് വിളിക്കാനായിട്ട് നമ്മളെ പഠിപ്പിച്ചത്. നമ്മൾ അടിമകളാണോ? ദൈവത്തിൻ്റെ അടിമകളാണോ? അല്ല. ഒരു അപ്പൻ മക്കളുടെ അടുത്തുള്ള ബന്ധമാണ് നമുക്ക് ദൈവമായിട്ടുള്ളത്. നമുക്ക് ഏറ്റവും അടുത്ത ബന്ധം വീട്ടിൽ കാത്തു സൂക്ഷിക്കുന്ന ആരൊക്കെയായിട്ടാണ്? പൂച്ചയായിട്ടാണോ? പിന്നെ കോഴിയായിട്ടാണോ? പട്ടിക്കുഞ്ഞുങ്ങളായിട്ടാണോ? നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും അടുത്ത ബന്ധം ആരുമായിട്ടാണ്? പറ, ആരുമായിട്ടാണ്? ഒന്ന് കേൾക്കുന്നില്ല എനിക്ക് കുറേ കാലമായിട്ട് ചെവി അടഞ്ഞിരിക്കുക, കേൾക്കുന്നില്ല ഒന്നും. എന്താണ്? ആരാ? കേൾക്കട്ടെ, വരട്ടെ, സംഗതി വരട്ടെ. എൻ്റെ ശബ്ദം പോയിരിക്കുകയാണ്, ഇന്നലെ കൊണ്ട് പോയിരിക്കുകയാണ്. നിങ്ങളുടെ ശബ്ദം പുറത്ത് വരട്ടെ. എന്താണ്? തമിഴിലാണെങ്കിൽ പറഞ്ഞാലും മതി, എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. ആരുമായിട്ടാണ് നിങ്ങൾക്ക് വീട്ടിൽ ഏറ്റവും അടുത്ത ബന്ധം? മൊബൈലുമായിട്ടാണോ? ആരുമായിട്ടാണ്? പറ. വെരി ഗുഡ്. അത് കൈയടിച്ചു വിടുന്നത്, കൈയടിത്തേ. ദൈവകൽപ്പനയിൽ ആദ്യത്തെ 3 കൽപ്പന ദൈവമായിട്ട് ബന്ധപ്പെട്ടാണ്. 4ാമത്തെ കൽപ്പന ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? മാതാപിതാക്കളായിട്ടാണ്. നിന്റെ മാതാപിതാക്കൾ ബഹുമാനിക്കണം. അപ്പോൾ ദൈവം കഴിഞ്ഞ പിന്നെ അടുത്ത സ്ഥാനം ആർക്കാണ് ഭൂമിയിൽ? അപ്പനും അമ്മയ്ക്കുമാണ്, അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് ചങ്കെന്ന് പറയാനുള്ള ആരാണ്? നിങ്ങളുടെ അപ്പനും അമ്മയൊക്കെയാണ്, അല്ലേ? നിങ്ങളുടെ അപ്പനാണ് നിങ്ങളുടെ ചങ്കെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉള്ള ഒരു സാന്നിധ്യമാണ് ആര്? അപ്പൻ അമ്മയൊക്കെ. നിഴല് പോലെ നിങ്ങൾ സുഖമില്ലാതിരിക്കുമ്പോഴും സന്തോഷവാന്മാരായിട്ടിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും എല്ലാം നിങ്ങളുടെ കൂടെ ഒരു നിഴലായിട്ട് അപ്പനും അമ്മയുണ്ട്. മോൻ ഉറങ്ങിയോ? മോൻ വല്ലതും കഴിച്ചോ? മോൻ വല്ലതും കഴിച്ചോടി, മോളും വല്ലതും കഴിച്ചോടി. അപ്പം വന്നോളാൻ അന്വേഷിക്കാറുണ്ട്. സ്കൂളിൽ പോയിട്ട് വന്നോ മോൻ വന്നോ ഒന്ന് ആകുലതയോടെ അപ്പൻ അന്വേഷിക്കാറുണ്ട്. നിങ്ങൾ അറിയത്തില്ലെന്നേ ഉള്ളൂ, അല്ലേ? നിങ്ങൾക്ക് ആവശ്യങ്ങളെല്ലാം വാങ്ങിച്ചു തന്നിരിക്കുന്ന ആരാ? അപ്പനാണ്. അമ്മ വാങ്ങിച്ചു തന്നിട്ടുണ്ടാകും, അപ്പനാണ് കാശ് മുടക്കിയിരിക്കുന്നത്. അപ്പോൾ അപ്പൻ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തേണ്ട ഒരു ജീവിതമാണ്. ആ നിർവചനങ്ങൾക്ക് അതീതമാണ്. അപ്പൻ ആരാണെന്ന് ഇതെല്ലാമാണ്. ഈ ഭൂമിയിലെ അപ്പനെ നിങ്ങൾ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മുഴുവനും, ലോകത്തിന് മുഴുവനും ഉടയവൻ, സ്രഷ്ടാവ്, നയിക്കുന്നവൻ, പ്രപഞ്ചത്തിൻ്റെ ദാതാവ് എല്ലാമായ ദൈവത്തെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കണം, അല്ലേ? നമ്മുടെ അപ്പനും അമ്മയ്ക്കും ഏകദേശം എത്രമാത്രം വയസ്സ് വരെ ജീവിക്കാൻ സാധ്യതയുണ്ട്? പറ. പരമാവധി നിങ്ങൾ കൂട്ടി പറഞ്ഞോ. സ്നേഹമുള്ളവർ ചിലപ്പോൾ കൂട്ടി പറയാൻ സാധ്യതയുണ്ട്. എത്ര വർഷം വരെ നീ ജീവിക്കാൻ സാധ്യതയുണ്ട് അറിയാവോ? അറിയത്തില്ല, നമുക്ക് ആർക്കും അറിയത്തില്ല, ദൈവത്തിനെ അറിയത്തുള്ളൂ. എങ്കിലും ഒരു സാധ്യത എന്ന് പറയാം, പരമാവധി 110 പോകാൻ സാധ്യത, പരമാവധി. അത്രയൊന്നും പോകത്തൊന്നുമില്ല. 70 ബൈബിൾ പറയുന്നത്, ഏറെ 80 പറഞ്ഞു വയ്ക്കുന്നുണ്ട്. 100 വരെയൊക്കെ പോകുന്നവരുണ്ട്, വളരെ കുറച്ച് പേരൊക്കെ. അത്രയൊക്കെ ഉള്ളൂ, അത്രേ ആയുസുള്ളൂ. നമ്മുടെ സഹോദരങ്ങൾക്കും ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും എല്ലാം ആയുസ് പരിമിതമാണ്.
ഒരു രോഗം വന്നു, ഒരു മരണം വന്നു, തീർന്നു. പക്ഷേ ദൈവമായിട്ടുള്ള ബന്ധം അഴിഞ്ഞു പോകുന്ന ബന്ധമാണോ? മരണത്തോടുകൂടി നമ്മുടെ മാതാപിതാക്കളുമായിട്ട് ബന്ധം അഴിഞ്ഞു പോകും ഇല്ലേ? ഇവിടെ നമ്മുടെ ഒരു അച്ഛൻ അടക്കിയിട്ടുണ്ട്. അച്ഛൻ്റെ പേരറിയാവോ? ഇവിടെ അടക്കിയിരിക്കുന്ന അച്ഛൻ്റെ പേരറിയാന്നുള്ളൊരു കൈവക്കിക്ക്. ഇവിടുത്തുകാർക്ക് അറിയാമായിരിക്കും. അച്ഛന് കുറച്ച് വർഷമേ ജീവിച്ചുള്ളൂ. ഈ ലോകം വിട്ടുപോയി ഒരു അപകടം വഴി. ബന്ധങ്ങളെല്ലാം അഴിഞ്ഞു പോകും. ഞങ്ങളൊക്കെ മാറിപ്പോകും, സ്ഥലങ്ങളൊക്കെ മാറിപ്പോകും. ഒരിക്കലും വിട്ടുപിരിയാത്ത, ഒരിക്കലും അഴിയാത്ത ഒരു ബന്ധമാണ് ദൈവവുമായിട്ടുള്ള ബന്ധം. ആ ബന്ധത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ദിനങ്ങളാണ് ഈ ദിവസങ്ങൾ. അപ്പോൾ നമ്മൾ ദൈവത്തെ കൂടുതൽ അടുത്തറിയണം, സ്നേഹിക്കണം. അടുത്തറിയുന്നതിന് മാത്രമേ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. എന്തിന്? ദൈവത്തെ അടുത്തറിയുന്നത് എങ്ങനെയൊക്കെയാണ്? കൂദാശകൾ പങ്കെടുക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, അല്ലേ, ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴെല്ലാം ദൈവത്തെ നമ്മൾ അടുത്തറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടുത്തറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്നവരാണ് ഈ പാലിക്കപ്പറയൽ അച്ഛനൊക്കെ. വളരെ മിടുക്കനും ചെറുകളുള്ള അച്ഛന്മാരൊക്കെയാണ്. ഈ ബ്രദർ ഇവിടെ വളരെ നല്ല പാട്ടുകാരൻ. എനിക്ക് സുറിയാനി പാട്ടൊക്കെ പഠിക്കും നമ്മൾ. ആ മുന്ന് വിസ്മായോ നന്ന് സുറിയാനി പാട്ടൊക്കെ പഠിച്ചോന്ന് ഞങ്ങൾ കേട്ടോ. ഇനി 2 ശമാശന്മാർ വരാറുണ്ട്. അവർ പള്ളിയിൽ പെരുന്നാളായിരുന്നു ഇന്നലെ, ഉപ്പടയും ജോസ്ഗിരിയിലും. അവർ 10:30 അവരെത്തും. അപ്പോൾ ഇവരൊക്കെ സമയം മാറ്റി വെച്ച് ഈ നമുക്ക് വേണ്ടി, നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി, വരും തലമുറയ്ക്ക് വേണ്ടി അവരുടെ സമയവും ആരോഗ്യവും കഴിവുകളും നന്മകളും എല്ലാം മാറ്റി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു നന്ദിയുടെ വാക്കുകൂടി അവസരം പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ. മേഖലയിലൂടെ എല്ലാ അച്ഛന്മാരോടും എല്ലാ അധ്യാപകരോടും പ്രത്യേകിച്ച് സൺഡേ സ്കൂളിനുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് 1 മാസം നീണ്ടു നിന്ന നമ്മൾ അവധിക്കാല ക്യാമ്പ് ഇവിടുത്തെ ക്യാമ്പോടുകൂടി അവസാനിക്കുകയാണ് രൂപതയിൽ. ഈ വരുന്ന 3 ദിവസം കഴിയുമ്പോൾ രൂപതയിൽ മുഴുവൻ ക്യാമ്പും സമാപിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അച്ഛന്മാർ ഒത്തിരി കഷ്ടപ്പെട്ടു. നമ്മൾ പറയുന്ന വാക്കുകൾക്ക് അപ്പുറമാണ്. നമ്മുടെ ഈ വർഷത്തെ പ്രത്യേകത, ഒരു അച്ഛനുണ്ടായിരുന്നു, ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, ഒരു ഷമ്മാശനുണ്ടായിരുന്നു, ഒരു ബ്രദർ ഉണ്ടായിരുന്നു, യുവജനങ്ങളിൽ നിന്ന് ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പേര് അടങ്ങുന്ന ഒരു ടീമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ സിസ്റ്റർ താമസിക്കാനൊക്കെ അപ്പോൾ ചില പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് സിസ്റ്റർ വരാത്തത്. മറ്റ് മേഖലകളെല്ലാം ഓരോ പെൺകുട്ടിയും അല്ലെങ്കിൽ ഒരു യൂത്തും കൂടെ ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെ വ്യത്യസ്തതയോടുകൂടി നടത്തപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഈ ക്യാമ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവർ നന്നായിട്ട് ഒരുങ്ങി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഇവരെ കൊണ്ട് നന്നായിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം. അതുപോലെ നമ്മൾ 3-4 പള്ളിയിൽ നിന്ന് വന്നിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിങ്കിൾ ചെയ്യണം, പരസ്പരം അറിയാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി അച്ഛന്മാരോടുള്ള ഞാൻ വീണ്ടും ഞങ്ങളിതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിലയിരുത്തലുണ്ട്, ക്യാമ്പിന് വിലയിരുത്തലുണ്ട്. പിന്നീട് കാണുന്നുണ്ടെങ്കിൽ പോലും ഈ അവസരത്തിൽ സഭയുടെ നാമത്തിൽ അഭിനന്ദ പിതാവ് പ്രത്യേകം പറഞ്ഞ പ്രകാരമാണ് ഇപ്രാവശ്യം ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ. അപ്പോൾ തന്നെ സെമിനാരി, നമ്മളിത് സെമിനാരിയും കൂടി ചേർത്തിട്ടാണ് വൈദിക വിദ്യാർത്ഥികളും നമ്മുടെ സ്രോതസ് വിശ്വാസ പരിശീലന കാര്യാലയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ഈ അവധിക്കാല ക്യാമ്പ് എല്ലാം ക്രമീകരിച്ചത്. അതിന് വിട്ടുന്നത് നമ്മുടെ സെമിനാരിയിലാണ്. അച്ഛൻ എൻ്റെ സെമിനാരിയുടെ വൈസ് റെക്ടർ കൂടിയാണ്. അപ്പോൾ ഇതിനോട് ചേർന്ന് 2 കാര്യങ്ങളുടെ ഈ ദിവസം നടക്കും. അതായത് ദൈവവിളി നമ്മൾ പരിപോഷിപ്പിക്കണം. നമ്മൾ പള്ളിയിലെ അച്ഛന്മാർ വേണ്ടേ? വേണോ വേണ്ടയോ? കപ്പ്യാർ മാത്രം മതിയോ? കുർബാന പരികർമ്മം ചെയ്യാൻ വേണ്ടി ഒരാൾ വേണ്ടേ? നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മധ്യസ്ഥ അപേക്ഷിക്കുന്ന സിസ്റ്റർമാർ വേണ്ടേ സഭയിൽ? അപ്പോൾ ദൈവവിളി നമുക്ക് അച്ഛന്മാരാകാനും സിസ്റ്റർമാരാകാനും ഒക്കെ താല്പര്യപ്പെട്ട് മുന്നോട്ട് വരണം നിങ്ങളെല്ലാവരും. അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുക്കണം വീട്ടിൽ നിന്ന്. അതിനുള്ള ഒരു അവസരം ഇവിടെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരു ദിവസം ക്ലാസ് ഉണ്ടാകും. ആഗ്രഹിക്കുന്നവർ ഈ 9, 10, 12 തീയതികളിൽ 9, 10, 15 തീയതികളിൽ സെമിനാരിയിൽ പരിശീലനം നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി പിന്നീട് പറയും. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾ സമയം മാറ്റി വെച്ചത് നല്ല കാര്യം, നഷ്ടമൊന്നുമല്ല. നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ല, പിന്നെ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അധ്യാപകർ ഭക്ഷണം ഓരോ പള്ളിയിൽ നിന്ന് ഭക്ഷണം തരുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അവർക്ക് വേണ്ടിയെല്ലാം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഞാനൊരു വാക്ക് നിർത്തുന്നു. ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും ഞാൻ നേർന്നുകൊണ്ട് ഞാൻ നിർത്തും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ നമ്മുടെ ഈ ക്യാമ്പിന് ഒരു ആശംസ പറയുവാനായിട്ട് സെമിനാരിയുടെ വൈസ് ചാൻസലറും അതുപോലെ തന്നെ ഏറ്റവും ബഹുമാനായ ജോണസിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ക്രിസ്മസ് മാത്യു അച്ഛ, ബ്രദർ, സൺഡേ സ്കൂൾ പ്രൊമോട്ടർ സർ, ചെറുവയിലെ ഹെഡ് മാസ്റ്റർ ഷിജി ടീച്ചർ,
പുത്തൂർവയിലെ മാസ്റ്റർ ജോർജ് സാർ, ദേവസ്വലയിലെ ഫ്രണ്ട്സ് ടീച്ചർ, മറ്റ് ടീച്ചേഴ്സ്, സൺഡേ സ്കൂൾ കുട്ടികളെ, നമ്മുടെ ജില്ലയിൽ 2 സ്ഥലത്ത് വെച്ച് പ്രത്യേകിച്ച് നമുക്ക് 4 പള്ളികളിലായി ഇപ്പോൾ ഇവിടെ പുത്തൂർവയിൽ ദേവാലയത്തിൽ വെച്ച് എന്താണ് പേരെന്താണ് സൺഡേ സ്കൂൾ ക്യാമ്പ്. ശരിയാണ്, ചിലതാൾ പറഞ്ഞതും ശരിയാണ്. പക്ഷെ ഒഫീഷ്യലായിട്ട് വേറൊരു പേരുണ്ട്. ശരിയാണ്, പക്ഷെ ശരിക്കും പറയണം. പകുതി ശരിയാണോ മുഴുവനും പറയുന്നുണ്ടോ എന്നറിയണം. MBOC ഫുൾ ഫോം എന്താണ്? മലങ്കര ബൈബിൾ ഓറിയന്റേഷൻ. മലങ്കര ബൈബിൾ ഓറിയന്റേഷൻ ക്യാമ്പാണോ, കോഴ്സാണോ, ക്ലാസ് ആണോ? കോഴ്സ് ആയിട്ടാണ് ആദ്യം രൂപകൽപ്പന ചെയ്തത്. ഇപ്പൊ മാറിയിട്ടുണ്ടോ എന്ന കാര്യം ഒരു ദിവസത്തെ അല്ല, 2, 3 ദിവസം, 4 ദിവസം, 5 ദിവസം ഒക്കെ നടക്കാറുണ്ട്. അതുകൊണ്ട് കോഴ്സ് എന്നുള്ളതിലാണ് ആ പേര് രൂപീകരണം ചെയ്തപ്പോഴുള്ളത്. ഇപ്പോഴേ അപ്പം മലങ്കര ബൈബിൾ ഓറിയന്റേഷൻ കോഴ്സ് പിന്നീട് നീളമുള്ള കേബിൾ കറുത്തിലുള്ള നല്ല മേക്ക് എടുത്തിട്ട് പച്ചയ്ക്കകത്ത് കുറെ നമുക്ക് നമ്മുടെ നാലുപടികൾക്കായി ഇവിടെ നടക്കുമ്പോൾ ഇതിന്റെ എല്ലാ വിജയത്തിനും ഹൃദയപൂർവ്വമുള്ള ആശംസകൾ അർപ്പിക്കുന്നു, പ്രാർത്ഥനകളും അർപ്പിക്കുന്നു. ഇത് നിങ്ങൾക്ക് സന്തോഷത്തിന്റെയും വളർച്ചയുടെയും ദൈവാനുഭവത്തിന്റെയും ഒരു നല്ല അവസരം ആയിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ MBOC എന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? അത് ആ പേരിൽ തന്നെ ബൈബിൾ ഓറിയന്റേഷൻ കോഴ്സ്. അപ്പൊ അതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ബൈബിൾ പഠിക്കുക, അറിയുക എന്നുള്ളതാണ്. MBOCയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ബൈബിൾ പഠിക്കുക, അറിയുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. ബൈബിൾ എന്താണ് നമുക്കറിയാം, ദൈവവചനം. എങ്കിലും ബൈബിൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് തരുന്നത് എന്താ, അല്ലെങ്കിൽ ആണ്? എല്ലാവർക്കും അറിയാം, പറയാൻ വേണ്ടിയാണ്, പക്ഷെ പറയാം. ബൈബിളിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ, ഏറ്റവും പ്രധാനമായിട്ട്, ഒന്നാമതായിട്ട് ലഭിക്കുന്നത് സമയം കളയുന്നില്ല, ദൈവത്തെ. എന്താണ്? ദൈവത്തെയാണ്. ബൈബിൾ ദൈവത്തിന്റെ ഒരു പിക്ചർ, ഒരു പോർട്രേറ്റ് നമുക്ക് നൽകുന്നു. ദൈവം നമുക്കറിയാം, നമ്മുടെ സൃഷ്ടാവാണ്, സ്നേഹമാണ്, കാരുണ്യവാനാണ്, നമ്മുടെ പിതാവാണ്, സർവശക്തനാണ്, എല്ലാം അറിയുന്നവനാണ്, എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കുന്നവനാണ് എന്നുള്ള, പക്ഷേ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. നമുക്ക് കാണാൻ സാധിക്കാത്ത ആ ദൈവത്തെ നമുക്ക് ഒരു പോർട്രേറ്റ്, എന്താണ്? പോർട്രേറ്റ് പിക്ചർ ആയിട്ട് ബൈബിൾ നമുക്ക് കാണിച്ചു തരും. ബൈബിളിൽ എത്ര പുസ്തകങ്ങളുണ്ട്? കേൾക്കുന്നില്ല? 73. ശരി. വേറെ ആൻസർ ഉണ്ടോ? 73. കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. 73. ഈ 73 പുസ്തകങ്ങളിലൂടെയാണ് ദൈവത്തിന്റെ പോർട്രേറ്റ് ബൈബിൾ നമുക്ക് നൽകുന്നത്. എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 പുസ്തകങ്ങൾ. പോർട്രേറ്റില് പല കളർ ഉണ്ടാകും. അപ്പം ഓരോ പുസ്തകവും ഓരോ വര, സ്ട്രോക്ക്, ആ പോർട്രേറ്റിലെ ഓരോ വരയായിട്ട്, ഓരോ കളറായിട്ട് നമുക്ക് നിന്ന് ദൈവത്തിന്റെ പിക്ചർ നമുക്ക് നൽകും. ദൈവം നമ്മിൽ വസിക്കുന്നു. ദൈവം സർവ്വവ്യാപിയാണ്, എല്ലായിടത്തും വസിക്കുന്നു.
ആ ദൈവത്തെ, നമ്മിൽ വസിക്കുന്ന നമ്മുടെ ദൈവത്തെ, എങ്ങുമായിരിക്കുന്ന നമ്മുടെ ദൈവത്തെ ബൈബിളിൽ നമുക്കൊരു പിക്ചറായിട്ട് വരച്ച് കാണിക്കുന്നു, നല്ലൊരു പടമായിട്ട് വരച്ച് കാണിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും നാം ബൈബിൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം, വായിച്ചിരിക്കണം. ആദ്യം മുതൽ ജനസിസ്, ആദ്യം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എല്ലാ പുസ്തകങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോഴാണ് നമ്മുടെ അകത്ത് വസിക്കുന്ന നമ്മുടെ ദൈവത്തെ നമുക്ക് തിരിച്ചറിയുവാൻ, കണ്ടു മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ലോകം, വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ ദൈവത്തെ കണ്ടു മനസ്സിലാക്കുവാൻ സാധിക്കും. സുവിശേഷങ്ങൾ എത്രയുണ്ട്? സുവിശേഷങ്ങൾ എത്രയുണ്ട്? 4. എത്രയുണ്ട്? എല്ലാവരും ചേർന്ന് പറഞ്ഞേ. ഏതൊക്കെയാണ്? മത്തായി, ഓക്കെ, അങ്ങനെ പറഞ്ഞോ. മത്തായി, ഒന്നുകൂടെ, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ. 4 സുവിശേഷകർ. എന്നാൽ സുവിശേഷം എത്രയുണ്ട്? 1. അത് ക്രിസ്തുവാണ്, ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. സുവിശേഷം ക്രിസ്തുവിന്റെയാണ്, മത്തായിയുടെ അല്ല, മർക്കോസിന്റെ അല്ല, ലൂക്കോസിന്റെ അല്ല, യോഹന്നാന്റെ അല്ല. ആരുടെയാണ്? യേശുവിന്റെ സുവിശേഷം 1. പിന്നെ 4 എന്താ? സുവിശേഷങ്ങൾ. ആ ഒറ്റ സുവിശേഷത്തെ നമുക്ക് നൽകുന്ന 4 പുസ്തകങ്ങൾ. എന്താണ്? 4 പുസ്തകം. കേട്ടില്ല? 4 പുസ്തകങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം എന്ന് നമ്മൾ പറയുന്നു, എന്നാൽ തെറ്റാണ്. മർക്കോസിന്റെ സുവിശേഷം അല്ല, ഈശോയുടെ സുവിശേഷമാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം എന്ന് പറയുമ്പോൾ മർക്കോസ് എഴുതിയ കർത്താവിന്റെ, ഈശോയുടെ സുവിശേഷം എന്നാണ്. അതുപോലെ യോഹന്നാനും മർക്കോസും മത്തായിയും. അപ്പൊ സുവിശേഷം എത്രയാണ്? 1. അതാരുടെയാണ്? ഈശോയുടെ എന്ന് മാത്രമല്ല, ഈശോയാണ്. ഈശോ 1. ആ ഈശോയെ നമുക്ക് എഴുതി അറിയിച്ചത് 4 പേരാണ്. അതുകൊണ്ട് 4 സുവിശേഷ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ 4 സുവിശേഷങ്ങൾ, ഒറ്റ സുവിശേഷം. അപ്പൊ ഈ 4 സുവിശേഷങ്ങളുടെ ആവശ്യമുണ്ടോ? ഉണ്ട്. 4ഉം വ്യത്യസ്തമായി ഈശോയെ, ഈശോയുടെ സുവിശേഷത്തെ 4ഉം വ്യത്യസ്തമായ ആംഗിളിൽ നമുക്ക് നൽകുന്നു. അപ്പം സുവിശേഷത്തിലൂടെ, അല്ലെങ്കിൽ ബൈബിളിലൂടെ, വേദപുസ്തകത്തിലൂടെ, അല്ലെങ്കിൽ ദൈവവചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരപ്പെടുന്ന, നമ്മിൽ വസിക്കുന്ന നമ്മുടെ ദൈവം, അത് കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കണം. ഉദാഹരണത്തിന് പറഞ്ഞാൽ, മത്തായിയുടെ സുവിശേഷം ഈശോയെ പരമ അധികാരിയായ ദൈവമായിട്ടാണ് അവതരിപ്പിക്കുക. മർക്കോസ് ആണെങ്കിൽ രക്ഷകനായ ക്രിസ്തുവായിട്ടാണ്. ലൂക്കോസ് ആണെങ്കിൽ സഫറിംഗ് സെർവന്റ്, അല്ലെങ്കിൽ ശുശ്രൂഷകനായ ക്രിസ്തുവായിട്ടാണ്. ക്രിസ്തുവിന്റെ സേവനത്തെയാണ് കൂടുതൽ പ്രാമുഖ്യപ്പെടുത്തി നൽകുന്നത്. യോഹന്നാനാണെങ്കിൽ ദൈവപുത്രനായ ക്രിസ്തുവിനെ കുറിച്ച്. അപ്പം ഈ 4 ആംഗിളിൽ നമുക്ക് കിട്ടുമ്പോൾ ഈശോയുടെ പിക്ചർ അത് കളർഫുള്ളാണ്. കൂടുതൽ നമുക്ക് മനസ്സിലാവും, കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടും, കൂടുതൽ നമുക്ക് പ്രയോജനം ചെയ്യും. അതുകൊണ്ട് 4 സുവിശേഷങ്ങൾ നല്ലതാണ്. കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. MBOCയുടെ ലക്ഷ്യം എന്താണ്? ബൈബിൾ നമുക്ക് നൽകുന്നത് എന്താണ്? ഏറ്റവും പ്രധാനമായിട്ട് എന്താണ്? ദൈവത്തെ, ഈശോയെ. ഒരു വാക്കുകൾ പറഞ്ഞേക്കാം. ദൈവവചനം എന്നും വായിക്കണം. കാരണം ദൈവവചനം മഹാശക്തിയാണ്, പരിശുദ്ധാത്മ ശക്തിയാണ്, ദൈവശക്തിയാണ്, ദൈവത്തിന്റെ വാക്കാണ്. ഉദാഹരണത്തിന് പറയാം, ബൈബിളിൽ തന്നെയുള്ള സംഭവം. പ്രവാചകനെ കർത്താവ് ഒരു മരണത്തിന്റെ താഴ്വരയിൽ കൊണ്ട് നിർത്തി. എവിടെ കൊണ്ട് നിർത്തിയത്? എവിടാ? മരണത്തിന്റെ താഴ്വരയിൽ. അവിടെ എന്താ ഉള്ളത്? അസ്ഥികൂടം. എന്താണ്?
ഇങ്ങനെ കാണാൻ പറ്റാത്ത വിധത്തിൽ കുന്നുപോലെ അസ്ഥികൂടം നിറഞ്ഞു കിടക്കുകയാണ്. അസ്ഥികൂടം എന്ന് പറഞ്ഞാൽ എന്താ? മരണം, ജീവനില്ലായ്മ. എന്നിട്ട് കർത്താവ് പ്രവാചകനോട് പറഞ്ഞു, നീ ഈ അസ്ഥികൂടത്തോട് സംസാരിക്കുക. എന്താ പറഞ്ഞേ? പ്രവാചകൻ സംസാരിക്കുന്നത് എന്തായിരിക്കും? ദൈവത്തിന്റെ വാക്ക്, ദൈവവചനം. പ്രവാചകൻ സംസാരിക്കുന്നത് എന്താണ്? ദൈവവചനം. അപ്പൊ കർത്താവ് പ്രവാചകനോട് പറഞ്ഞത് എന്താണ്? നീ ഈ അസ്ഥികൂടത്തോട് ദൈവവചനം പ്രസംഗിക്കൂ. പ്രവാചകൻ ദൈവവചനം പ്രസംഗിച്ചു, അറിയിച്ചു, സംസാരിച്ചു. അപ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. അവിടെ ഇവിടെ കിടക്കുന്ന അസ്ഥികൂടങ്ങളൊക്കെ ശയിക്കുന്നത് പോലെ നോക്കി. കർത്താവിനെ വീണ്ടും പ്രസംഗിക്കൂ, അല്ലെങ്കിൽ വീണ്ടും സംസാരിക്കൂ, അല്ലെങ്കിൽ വീണ്ടും ദൈവവചനം പറ. പ്രവാചകൻ വീണ്ടും ദൈവവചനം പറഞ്ഞു. എല്ലാ അസ്ഥികൂടങ്ങളും എവിടെ കിടന്നതൊക്കെ ഒന്നിച്ച് സ്കെലിറ്റനായി അവയ്ക്ക് ജീവൻ വെച്ചു. ദശയും മാംസവും രക്തവും ജീവനും വെച്ചു. എല്ലാം ജീവനായി. അപ്പൊ ദൈവവചനത്തിന്റെ ശക്തി മനസ്സിലായോ? മരിച്ചു കിടക്കുന്നവനെ പോലും ഉയർത്തെഴുന്നേൽപ്പിക്കുവാനുള്ള ശക്തി ദൈവവചനത്തിൽ. സംസ്കരിച്ചു കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. എന്തുകൊണ്ട്? ലാസറസ് കം ഔട്ട്, പുറത്തു വരിക. ആ നിമിഷം അവൻ ജീവൻ വെച്ച്, അവന് ജീവൻ പ്രാപിച്ച്. ദൈവവചനത്തിന്റെ ശക്തിയാണ്. അപ്പൊ ദൈവവചനം ശക്തിയുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? വായിക്കണം, ദൈവവചനം പഠിക്കണം. MBOC ദൈവവചനം കൂടുതലായിട്ട്, ആഴമായിട്ട്, കൂടുതൽ ദൈർഘ്യമായിട്ട് സമയത്ത് പഠിക്കുവാനുള്ള നല്ല അവസരമാണ്. അങ്ങനെ ദൈവവചനം പഠിക്കുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. ദൈവത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് പകർന്നു കിട്ടട്ടെ, ജീവൻ വെക്കട്ടെ, നിത്യജീവനിലേക്ക് അത് നിങ്ങളെ നയിക്കട്ടെ. കൂടുതൽ ഒരുപാട് പ്രയാസമില്ലാതെ നിർത്തുക എന്ന് ആശംസിച്ചുകൊണ്ട് സാഹിത്യത്തിൽ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഒരു ആശംസ നൽകുവാനായിട്ട് നമ്മുടെ സ്കൂൾ പ്രൊമോട്ടറിനെ ഏറ്റവും സ്നേഹത്തോട് ക്ഷണിക്കുകയാണ്. ഈ ക്യാമ്പിന്റെ അധ്യക്ഷനായിരുന്ന ഈ ഇടവകയുടെ വികാരിയും കൂടിയായിരിക്കുന്ന ജേക്കബ് ചന്ദ്രകാന്തച്ച, നമ്മുടെ സൺഡേ സ്കൂളിന്റെ രൂപതാരായിരിക്കുന്ന തോമസ് ക്രിസ്തുമോഹനച്ച, നമ്മുടെ മേഖലയുടെ പ്രോട്ടോവികാരിയായിരിക്കുന്ന ജോണസ് അച്ച, ഈ ക്യാമ്പ് നയിക്കുന്ന മാറ്റിവെച്ച ചെമ്മാച്ചന്മാരെ, ഹെഡ്മാസ്റ്റർമാരെ, ടീച്ചേഴ്സ്, കുട്ടികളെ വൈകിയവരെ നീട്ടുന്നില്ല, എല്ലാ അച്ഛന്മാരും, നമ്മുടെ ജോർജ് സാറുമല്ല ഈ ക്യാമ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചു. എങ്കിലും ഏറ്റവും ഒരു കാര്യം മാത്രം പറഞ്ഞു നിർത്താം. ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു ക്യാമ്പായിരിക്കും നമ്മുടേത്. കാരണം നമ്മുടെ സഭയിലെ ഏറ്റവും തീക്ഷ്ണതയുള്ള വൈദികരാണ് ഈ ക്യാമ്പിന് നമ്മുടെ സന്നിഹിതരായിരിക്കുന്നത്, ഈ ക്യാമ്പ് നയിക്കുന്നത്. എൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ക്രിസ്തുമന്ത്രി അച്ഛൻ നമ്മുടെ സഭയിലെ ഏറ്റവും നല്ല രീതിയിൽ സുവിശേഷം, എല്ലാവരും ക്യാമറയ്ക്ക് മുമ്പിൽ വന്നു നിന്ന് സുവിശേഷം പ്രഘോഷിച്ച് അവരുടെ പേരും മുഖവും കാണാൻ ശ്രമിക്കുമ്പോൾ അച്ഛൻ ക്യാമറയുടെ പിന്നിൽ നിന്നുകൊണ്ട് സഭയുടെ പ്രവർത്തനങ്ങളെ സഭയുടെ മക്കൾക്കും സമൂഹത്തിനും ഒരു മീഡിയയിൽ കൂടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വൈദികനാണ് അച്ഛനെ. എനിക്ക് കുറേ വർഷം മുമ്പ് അറിയാം, മണൽവയലിൽ അച്ഛൻ ഇരിക്കുന്ന ഒരു കാലം മുതൽ എന്നെ അറിയാം. അന്ന് അച്ഛന് അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കിയാണ് നമ്മുടെ സഭയുടെ ഒരു മുതൽക്കൂട്ടാണ്. ആ അച്ഛനെ നമുക്ക് കടന്നു വന്നത് തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്, ഒരു നേട്ടമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതോടൊപ്പം നമ്മുടെ പ്രോട്ടോയിലെ അച്ഛന് പറഞ്ഞാലും തീരുന്നില്ല. കാരണം ഈ വചനം അച്ഛൻ്റെ വായിൽ നിന്ന് നിർത്താൻ ശ്രമിച്ചാലും പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം അച്ഛനെ നമ്മുടെ സഭയോടുള്ള തീക്ഷ്ണത, നമ്മുടെ കുട്ടികളോടുള്ള തീക്ഷ്ണത, അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞതോടൊപ്പം നമ്മുടെ ചുണ്ടക്കാട്ടച്ഛനെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മേഖലയിൽ തന്നെ ഏറ്റവും കൂട്ടായിട്ടുള്ള അച്ഛനാണ്. അച്ഛനും നമ്മുടെ ഈ സന്നിഹിതനായിരുന്നു അച്ഛനുള്ളതുകൊണ്ട് പോയതാണ്. അതേപോലെ നമുക്ക് ക്യാമ്പ് മാറ്റി വെച്ചതും
ദിവസം മുതൽ കുർബാന കഴിഞ്ഞാൽ ഉടനെ ക്യാമ്പിന്റെ കാര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ അച്ഛന്മാരൊക്കെ ഇങ്ങനെ ക്യാമ്പ് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നടക്കുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എത്ര നിർബന്ധിച്ചാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സഭ എത്രമാത്രം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ത്യാഗം സഹിക്കുന്നു, അല്ലെങ്കിൽ എത്ര നിങ്ങളെ കുറിച്ച് വ്യാകുലപ്പെടുന്നു, നിങ്ങളെ നല്ല കുട്ടികളാക്കാൻ മൂല്യങ്ങളുള്ളവരാക്കാൻ വേണ്ടിയിട്ട് സഭ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ഇന്ന് മറ്റുള്ള സഭാസമൂഹം സഭയല്ല, മറ്റുള്ള മതസ്ഥരെല്ലാം തീഷ്ണത കൂടി വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് തീഷ്ണത വളരെ കുറഞ്ഞു വരികയാണ്. നാളെ ഈ ദേവാലയം എന്താവും എന്ന് ചിന്തിക്കുന്ന എത്ര കുട്ടികളുണ്ട്. മാതാപിതാക്കൾ പലരും എപ്പോഴും ചിന്തിക്കുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്താവും, ഇവിടെ ആരായിരിക്കും, കൈകാരനാകാൻ ആളില്ല, കണക്കനാകാൻ ആളില്ല, കമ്മിറ്റിക്കാരില്ല, കുട്ടികളെ പഠിപ്പിക്കാൻ അധ്യാപകരില്ല. ആ സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ചിന്തിക്കുന്ന കുട്ടികൾ എത്ര പേര് നാളെ ഈ ദേവാലയം, ഇപ്പൊ വിദേശ രാജ്യങ്ങളിലുള്ള പല സ്ഥലത്തും ദേവാലയങ്ങൾ സിനിമാ തിയേറ്ററുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തീഷ്ണത കുറവിന്റെ ഫലമായി വിദേശ രാജ്യങ്ങളിൽ ദൈവം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തും ഇത് സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ നമുക്കൊരു അഭിമാനിക്കേണ്ട കാര്യമുണ്ട്. ദേവസ്വലയില് ഒരു തിയേറ്റർ ദേവാലയമായി, ക്രിസ്ത്യൻ ദേവാലയമായി മാറി. അപ്പം എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ തലമുറയ്ക്ക് തീഷ്ണത കൂട്ടുവാൻ വേണ്ടിയിട്ടാണ് സഭ ഇത്രയും ത്യാഗസഹിച്ച് ഇത്രയും വൈദികരെ, ഒരു വൈദികർ മാത്രമല്ല 40,000-നും 50,000-നും ഇടയ്ക്ക് ഒരു ക്യാമ്പത്തിന് ചെലവുണ്ട്. അത് സഭ ചെലവാക്കി നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഇത് നടത്തുമ്പോൾ ഇതിനെ ഏറ്റവും ഭംഗിയായി, ഏറ്റവും നല്ല രീതിയിൽ, നല്ല മൂല്യത്തോടു കൂടി നാളെ നമ്മൾ നിങ്ങളുടെ കുടുംബത്തിനും ഈ സഭയ്ക്കും അതേപോലെ സമൂഹത്തിനും അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനും എല്ലാം ഉപകാരപ്രദമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സഭ ഇത്രയും ത്യാഗം സഹിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഈ ക്യാമ്പിനെ നല്ല ഗുണത്തോടും അതിൻ്റെതായ പോസിറ്റീവ് കാര്യങ്ങളോടുകൂടി ഇന്ന് മണിയോട് വീട്ടിലിരിക്കുന്നവരെല്ലാം അടുത്ത ക്ലാസ്, നാളത്തെ ക്ലാസ്സിനെ കൂട്ടിക്കൊണ്ടുവന്നു ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് മക്കളെ ഇല്ല, കുറെ പുസ്തകങ്ങളായി, കുറെ ക്ലാസ്സുകളായി അടുത്തോ മൈക്ക് ശരിയാ കേട്ടോ. എന്നെ കാണാമോ? എന്നെ കേൾക്കാവോ? കേട്ടോ. അപ്പൊ ഞാനൊന്ന് ക്യാമ്പിനെ കുറിച്ചൊന്ന്, ക്യാമ്പിനുള്ള ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ചെമ്മാസിനും ബ്രദറും വന്നിട്ടുണ്ട്. അപ്പൊ ഈ ക്യാമ്പ് ഈ പ്രാവശ്യം പുത്തൂര് ഈ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ ക്യാമ്പ് നയിക്കുവാനായിട്ട് മാത്യു അച്ഛൻ വിളിച്ചാണ് കേട്ടോ. ഇനി ഇതേപോലെ പുപ്പാൻ ചെമ്മാസിലേക്ക് വരും. ആ അച്ഛൻ്റെ പേര് ചാക്കോ എന്നാണ്. അച്ഛൻ ദൈവശാസ്ത്രം പഠിക്കുകയാണ്, ചെമ്മാസം പഠിക്കുകയാണ്. ചാക്കോ അല്ലെ, ചാക്കോ എന്നാണ് പേര്. ദൈവശാസ്ത്രം പഠിക്കുന്നു. ഇനി നമുക്കിവിടെ ജുബയിട്ട 2 പ്രദേശമുണ്ട്. ഒരാളുടെ പേര് ജോസഫ് ചേരപ്പറമ്പിൽ, ഈ ബ്രദറിന്റെ പേര് ജോസഫ് ചേരപ്പറമ്പിൽ എന്നാണ് വീട്ടുപേര്. ഇനി ഇതേപോലെ ഒരു ബ്രദറും കൂടെ വരും. ആ ബ്രദർ വർഗീസ് പെരിങ്ങാട്ടിലാണ്. വർഗീസ് നിങ്ങളുടെ വീട്ടുപേര് പഠിക്കണ്ട. മാത്യു, ചാക്കോ, ജോസഫ്, അതുപോലെ തന്നെയാണ് വർഗീസ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. വഴിയെ നമ്മുടെ പേരുകളെല്ലാം പഠിക്കും കേട്ടോ. എല്ലാ പേരുകളും പഠിക്കും. ക്യാമ്പിന്റെ കാര്യങ്ങൾ, പിതാവും മക്കളും നമ്മുടെ ബന്ധത്തെ കുറിച്ചൊക്കെ ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇനി ഈ സമയത്ത് നമ്മൾ അധികം പ്രസംഗങ്ങളൊന്നുമില്ല. ഈ യോഗത്തിന് നന്ദി പറയുവാനായിട്ട് ഏറ്റവും ബഹുമാനപ്പെട്ട ടീച്ചറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി നീട്ടാനൊന്നും എനിക്ക് അറിയത്തില്ല പ്രസംഗം പറയാനൊന്നും. പിന്നെ ആത്മീയ കാര്യങ്ങൾ, അതായത് പിള്ളേരുടെ വിശ്വാസ പരിശീലന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുന്ന നമ്മുടെ പുഷ്പമന്ത്രാച്ച, അതേപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റോടുകൂടി നിൽക്കുന്ന നമ്മുടെ ജോണച്ച, അതേപോലെ പ്രൊമോട്ടേഴ്സ്, പിന്നെ എന്താ പറയുക, മാത്യൂസിനെക്കാട്ടിലും എനർജറ്റിക് ആയിട്ട് ഇവിടെ നിൽക്കുന്ന നമ്മുടെ ചുണ്ടക്കാട്ടിലച്ഛൻ, ഹെഡ് മാസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, എല്ലാവർക്കും നീലഗിരി മേഖലയുടെ പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിച്ചു. പറയുന്നത് കേൾക്കാനും നിങ്ങൾക്ക് കാണാനും വേണ്ടിയിട്ട് ചെറിയൊരു സാന്നിധ്യമാണ്. ഓക്കെ, ഇനി സമാസം പറയാൻ പോലെ ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങൾക്ക് അറിയാവുന്നതാണ് ജംപ് ഇന്ന് പറഞ്ഞാൽ എങ്ങോട്ട് ചാടണം, ജംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് ചാടണം, ജംപ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ട് ചാടണം, ബാക്കിലേക്ക് ചാടണം. കുറച്ച് ഡിക്കിയിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് ചാടും. ഓക്കെ, ജംപ് റൈറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് ചാടണം, റൈറ്റിലേക്ക്.
ഈ ലോകം ഈ മഹാപ്രപഞ്ചം ഈശന്മേനഞ്ഞു തന്ന വിശ്വശില്പം സർഗ സൗന്ദര്യങ്ങളൊന്നു ചേരും അത്ഭുതങ്ങൾ തൻ മഹാവിസ്മയം